ഓക്കെ ഓക്കെ ചേച്ചി ഇതങ്ങനെ താല്പര്യമുണ്ടോ? ഞാൻ പറയാം. ഇതാരിപ്പോ നമ്പർ തന്നത് നമ്മുടെ സീരിയലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ് തന്നത്. ഇവിടെ ആറ്റിങ്ങിലുള്ള ഒരു ചേട്ടനാണ് തന്നത്. ഞാൻ ഒന്ന് നമ്മുടെ ഡീറ്റെയിൽ പറയാനായിട്ട് ഒന്ന് മാനേജറിന് ഒന്ന് കൊടുത്തോട്ടെ? കൊടുത്തോ. ഇതിപ്പോ 10 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പം 10 മന്ത് കഴിയുമ്പോൾ നിങ്ങൾ അടയ്ക്ക് ഞാൻ പറഞ്ഞ 5000 എക്സ്ട്രാ കൂടുതൽ കിട്ടും. ആ ഡീറ്റെയിൽ എല്ലാം ഞാൻ സാർ പറഞ്ഞു തരും. സാർ മറ്റേ ആ സീരിയലുള്ള കുഞ്ഞില്ലേ? ഹലോ ഹലോ നമസ്കാരം മോളെ. ഹലോ നമസ്കാരം. മൊത്തത്തില് ഇത് താല്പര്യം ഉണ്ടോ ചിട്ടിയില് പങ്കെടുക്കാൻ? ഞാൻ കൂടാ തോന്നുന്നു. എന്തോ ഹലോ കേട്ടില്ല, ഒന്നുകൂടെ പറ. കൂടാ തോന്നുന്നത് നിങ്ങള് കണ്ണൂർ ഭാഷ എനിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ 10 മന്ത്സ് അടച്ചാൽ എക്സ്ട്രാ 5000 നമുക്ക് കിട്ടും അല്ലേ? അതെ അതെ. ഇത് വേറെ ആരും ചെന്ന് പറയരുത്. നിങ്ങൾക്ക് ആർട്ടിസ്റ്റൊക്കെ മാത്രം നമ്മൾ കൊടുക്കുന്ന ഒരു ഇതാണ്. പക്ഷെ വേറെ പുറത്ത് പറയരുത്. അപ്പൊ നമ്മളെ ചിട്ടിയെ ബാധിക്കും. മനസ്സിലായില്ലേ? സംഭവം ഞാൻ ആദ്യം എന്റെ ഫിനാൻസിന്റെ പേര് മാന്ത്രികം ഫിനാൻസ് എന്നാണ്. ആദ്യം നമ്മൾ ചടയമംഗലം ജഡായി പാറയുടെ തൊട്ട് താഴെയാണ് തുടങ്ങി. അവിടെ നിന്ന് പൊട്ടി നമ്മളിപ്പോ ഇവിടെ വട്ടിയൂർക്കാവിലാണ് തുടങ്ങിയേക്കുന്നത്. ആക്ച്വലി ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു, മാജിഷ്യൻ ആയിരുന്നു. അതാണ് മാന്ത്രികം ഫിനാൻസ് എന്ന് ഇട്ടേക്കുന്നത്. അതെ അതെ. ഇതിൽ നോക്കിയാൽ മതി. ഡീറ്റെയിൽ മക്കളെ ഇത്രേ ഉള്ളൂ. മാസം 1000 രൂപയാണ് അടവ്. അതിന്റെ അടവില് നമുക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ 10 മാസത്തെ അടവ് വരും ചിട്ടി. അതിൽ 5000 രൂപ നിങ്ങൾ അടയ്ക്കുന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. അല്ല വേറെ ഉടായ്പൊന്നും അല്ല. ഇത് തിരക്കാൻ മതി. വിജയമാഷ് നമ്മളെ വിജയമാഷ് എന്ന് പറഞ്ഞ് തിരക്കാൻ മതി. മാന്ത്രികൻ വിജയമാഷ്. ഞാൻ സംസാരിക്കാൻ അല്പം സ്പീഡുള്ള ആളാണ്. വേറെ തോന്നരുത്. എഴുത്ത നിങ്ങൾക്ക് നല്ല നിങ്ങളെ കുടുംബത്തിൽ നമ്മൾ ഇപ്പൊ അത്തച്ചിട്ടിയാണ് ഇപ്പൊ പുതിയ ചിട്ടി ഓണത്തിന്റെ അല്ലേ. നമ്മൾ ഞാൻ ഈ മാജിക് ഒക്കെ ഞാൻ മാജിക് ഞാൻ മറ്റേ നമ്മുടെ മുതുകാട് വരും മുമ്പേ ഈ വൈറസ് ഒക്കെ ഞാനാ കണ്ടുപിടിച്ചത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ അവിടെ നമ്മൾ ഈ വൈക്കോലൊക്കെ കൂട്ടി തീ എത്തിച്ച് അവസാനം എന്റെ പെറൊക്കെ വെന്ത് ഞാൻ ഇറങ്ങി ആറ്റിങ്ങ വഴി ഓടി. ഭയങ്കര വിഷയമില്ലേ? പെറൊക്കെ പൊള്ളി അടന്ന്. കണ്ണൂർ ഭാഷ എങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ തൊലിഞ്ഞു വാരി പറ മൊത്തം. തിരുവനന്തപുരം ഭാഷ പറഞ്ഞത് നമ്മളെ പെറൊക്കെ തൊലിഞ്ഞു വാരി. കോമഡിയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ചിരിക്കുന്നത്?